പെരുമാറി സന്തോഷമായിട്ടൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും നമുക്കൊരു അവസരം വന്നപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ലെന്ന് പറയത്തില്ലേ, അപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്ന് പറയും, വെറുപ്പായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അപ്പോൾ എങ്ങനെ എല്ലായിടത്തും സ്നേഹത്തിന് ടാർജറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ എക്വിപ്ഡാവും, ആംഡാവും, നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. അങ്ങനെയാണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നുവെന്ന് 1 Corinthians 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ചില ബിസിനസ് കമ്പനിക്കാരൊക്കെ ടാർജറ്റ് കൊടുക്കത്തില്ലേ, അതുപോലെ ബൈബിൾ നമുക്ക് തരുന്ന ടാർജറ്റ് എന്താണ്? സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഒരു ആളെ സഹായിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രവർത്തനം ചെയ്താലും, ഇപ്പോൾ ജർമ്മനും അതുപോലെ തന്നെ ഫ്രഞ്ചുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണമല്ലേ, കൂട്ടുകാർക്ക് അത് ട്യൂഷനൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കൂട്ടുകാർ നമ്മളോട് കുറച്ചുകൂടി പ്രതിപത്തിയുള്ളവരായിരിക്കും എന്നൊക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, അത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കാരുണ്യപ്രവൃത്തിയല്ലേ. അപ്പം ദൈവസ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ജർമ്മൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ എന്ത് ചെയ്താൽ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളല്ല, എക്സ്ട്രാ ചെയ്യുമ്പോഴേ നമുക്ക് പെയിൻ ഉണ്ടാവുകയെ, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് വേദന എന്ന് നമ്മൾ പറയണത്. സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല അല്ലേ. പല്ലുവേദന, എനിക്ക് 2-3 ദിവസം വേദന ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ പല്ലിട്ട് കൊണ്ട്, അപ്പോൾ എക്സ്ട്രാ വന്ന വേദനയാണ്. വേദന 2-3 ദിവസമായിട്ട് വേദന ഉണ്ട്, പല്ലുവേദന ഉണ്ട്. ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആ പല്ലിന് ആ വേദനയുള്ള പല്ലെ വെച്ച് കടി കിട്ടി. അത് ഇറച്ചിയായാലും വേറെ എന്ത് സാധനം കടിച്ചപ്പോൾ അവിടെ വേദന എടുത്ത്, ഇപ്പോൾ എക്സ്ട്രാ വേദന വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തതായി, അപ്പോൾ അത് വേദനയായി. എക്സ്ട്രാ വരുന്ന വേദനയാണ് വേദന എന്ന് പറയണത്. അപ്പോൾ എക്സ്ട്രാ വരണ എന്ത് ചെയ്യാവുന്നവരുടെ എക്സ്ട്രാ വരുന്ന വേദന എന്ത് ചെയ്യണം? അത് കർത്താവിൻ്റെ സഹനങ്ങൾ കൂട്ടിച്ചേർക്കുക. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് സഹിക്കുന്നത് എന്താണ് ചെയ്യുന്നത്. മത്തായി 5:47 എടുത്തേ. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ചെയ്യുന്ന കാര്യമായാലും ശരി,